അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഏറെ ബഹുമാന്യരായ IKM എഞ്ചിനീയറിംഗ് കോളേജിലെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സർവലോക രക്ഷിതാവിൻ്റെ അനുഗ്രഹം നിങ്ങളിലെല്ലാവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആദ്യമായി ഇത്തരമൊരു സംവാദവേദിയിലേക്ക്, ചർച്ചാവേദിയിലേക്ക് കടന്നു വരാനുള്ള നിങ്ങളുടെ ഒരു താല്പര്യത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും സംവദിക്കാൻ ഉദ്ദേശിക്കുന്നതും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഈ ഒരു വൈകുന്നേരം മറ്റു പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു വേദിയിലേക്ക് നമ്മൾ കടന്നു വന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചർച്ചകളും സംവാദങ്ങളും പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയ സംവാദങ്ങളുമെല്ലാം നടത്തുന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നാം മനുഷ്യരായതുകൊണ്ട് എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജീവികൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യനു മാത്രമായി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് വിവേകബുദ്ധിയാണ്. കാര്യങ്ങളെ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കുവാനും ശരിതെറ്റുകൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾക്കനുസരിച്ചോ അതിനു വിരുദ്ധമായോ പ്രവർത്തിക്കുവാനോ ഉള്ള ഒരു കഴിവുള്ള ഒരു ജീവിയായിക്കൊണ്ടാണ് മനുഷ്യനെ നാം കാണുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും എല്ലാം നടത്തുന്നത്. ഇവിടെയുള്ള പട്ടിയോ പൂച്ചയോ കാക്കയോ ഒന്നും ഫെമിനിസത്തെക്കുറിച്ച്, ലിബറലിസത്തെക്കുറിച്ച്, നിരീശ്വരവാദത്തെക്കുറിച്ച്, ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച്, LGBT പറ്റിയൊന്നും ചർച്ച ചെയ്യുന്നില്ല. കാരണം എന്താ? അവർ ജനിച്ചു വീണ പ്രകൃതത്തിൽ അങ്ങനെ അങ്ങ് ജീവിച്ചു പോയി മരിച്ചു പോവുക എന്നുള്ളതിനപ്പുറത്ത് അവർക്കൊരു പ്രത്യേകതയില്ല, വിവേകബുദ്ധി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാണ്. ചില മനുഷ്യർ കാക്കകളാകാൻ നോക്കുന്നുണ്ട്, ചില മനുഷ്യർ പട്ടികളാകാൻ നോക്കുന്നുണ്ട്, പക്ഷേ പട്ടികളാരും മനുഷ്യരാവാൻ നോക്കുന്നില്ല. ഇതെല്ലാം മനുഷ്യൻ പ്രത്യേകമാണ്, മനുഷ്യൻ പ്രത്യേകതരം ജീവിയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് കാര്യങ്ങളെ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ശരിയെന്ന് തോന്നുന്നത് പോലും ചെയ്യാതിരിക്കാനും തെറ്റെന്ന് തോന്നുന്നത് പോലും ചെയ്യാനുമുള്ള ഒരു പ്രകൃതം അവനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് കൃത്യമായി വ്യവച്ഛേദിക്കേണ്ടത് അവനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. എന്താണ് റൈറ്റ്, എന്താണ് റോങ്, എങ്ങനെയാണ് നമുക്കത് വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ സാധിക്കുക, എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം മനുഷ്യൻ അവൻ ഈ തരത്തിലുള്ള ധാർമ്മികത നിശ്ചയിക്കാൻ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിർവചിക്കുവാൻ, അത് കൃത്യമായി കൊണ്ട് ഏതെങ്കിലും ഒരു അടിസ്ഥാനം അതിന് പറയാൻ മനുഷ്യൻ അവനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റായി ഈ സംവാദത്തിനു വേണ്ടി ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അത് ചർച്ച ചെയ്യുവാനും തുറന്ന് സംവദിക്കുവാനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് റൈറ്റ്, എന്താണ് റോങ്, ഏതാണ് പാടില്ലാത്ത കാര്യങ്ങൾ, എന്താണ് പാടുള്ള കാര്യങ്ങൾ എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ, പൂർണ്ണമായി ചിന്തിച്ചെടുക്കുവാൻ മനുഷ്യൻ അശക്തനാണ് എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ, എന്താണ് ശരി, എന്താണ് തെറ്റ്, ഏതാണ് ധാർമ്മികം, ഏതാണ് അധാർമികം, എന്താണ് സദാചാരം, എന്താണ് ദുരാചാരം എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യന് കഴിവില്ല എന്ന് പറയാൻ കാരണം എന്താ? മനുഷ്യന്റെ ബുദ്ധിക്ക് മറ്റെല്ലാറ്റിനും പോലെ പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യന്റെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, മനുഷ്യന്റെ കേൾവിക്ക് പരിമിതിയുണ്ട്, മനുഷ്യന്റെ എല്ലാത്തിനും പരിമിതിയുള്ളതുപോലെ മനുഷ്യന്റെ ചിന്താശക്തിക്കും പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെയും അതിനെപ്പറ്റിയുള്ള അതിൻ്റെ കോൺസിക്വൻസുകളെ പറ്റി, അത് ചെയ്താലുള്ള കാര്യങ്ങളെപ്പറ്റി, അത് ചെയ്താലുണ്ടാകുന്ന ഇമ്പാക്റ്റുകളെ പറ്റി പൂർണ്ണമായി അറിയാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അതുകൊണ്ട് മനുഷ്യനെല്ലാം അറിയാൻ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ
മനുഷ്യന് എല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള പരിമിതിയുള്ളത് കൊണ്ട് തന്നെ ആ പരിമിതികളൊന്നുമില്ലാത്ത ദൈവത്തിൽ നിന്നായിരിക്കണം ശരിതെറ്റുകൾ വേർതിരിക്കേണ്ടത് എന്നതാണ് മതം മുന്നോട്ട് വെക്കുന്ന ആശയം. അഥവാ മനുഷ്യന് ചിന്തിക്കാൻ പരിമിതിയുണ്ട്, മനുഷ്യൻ ആലോചിക്കാൻ പരിമിതിയുണ്ട്. ആ പരിമിതികളൊന്നുമില്ലാത്ത എല്ലാറ്റിനെ പറ്റിയും എല്ലാം അറിയുന്ന ദൈവത്തിൽ നിന്നായിരിക്കണം എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് വരേണ്ടത്. അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുക. എന്തിനാണ് ദൈവത്തിൻ്റെ ആവശ്യം? നമുക്ക് തന്നെ ആലോചിച്ച് ചിന്തിച്ച് ശരിതെറ്റുകൾ തീരുമാനിച്ചുകൂടെ? തീരുമാനിക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. അതുപോലെ തന്നെ ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ധാർമ്മികത നിർവചിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്താണ് സംഭവിച്ചത്? ഞാനിവിടെ ഒരു വാചകം അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. അത് മലയാളത്തിൽ എഴുതിയ ഒരു പാരഗ്രാഫാണ്. യുക്തിവാദ സാമൂഹ്യ വീക്ഷണം എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇവിടെയുള്ള കേരളത്തിലുള്ള യുക്തിവാദികൾ അവർ അച്ചടിച്ചു വിതരണം ചെയ്ത പുസ്തകത്തിലുള്ള വാചകങ്ങൾ. സങ്കീർണമായ സാമൂഹ്യ പ്രശ്നങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ കഴിയാത്ത യുക്തിവാദികൾ വില കുറഞ്ഞ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിചിത്രമാണ്. അഥവാ യുക്തിവാദികൾ ഇവിടെ എന്താ ചെയ്തത്? ഈ മതത്തെ ഒഴിവാക്കുക, ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ചില വിലക്കുകൾ ഏർപ്പെടുത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് വളരെയധികം വില കുറഞ്ഞ കാര്യമാണ് എന്നുള്ളതാണ് അവർ രേഖപ്പെടുത്തുന്നത്. യുക്തിവാദികൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ ചിലർ ഷഠിക്കുന്നു. യുക്തിവാദി പുകവലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെയാണ് വാദിക്കുന്നത്. യുക്തിവാദിക്ക് പാൻസ് ഇടാമോ പാല് കുടിക്കാമോ എന്നും മറ്റും ചിലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായി ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് പരമപ്രാധാന്യം കൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് സാരമായ ചില സംഗതികളും യുക്തിവാദികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അതാ യുക്തിവാദി പുകവലിക്കാൻ പാടുണ്ടോ മദ്യപിക്കാൻ പാടുണ്ടോ ഇങ്ങനെ ഒരുത്തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലൊരു കാര്യമില്ല, അത് വില കുറഞ്ഞ ഏർപ്പാടാണ്. അടുത്ത പാരഗ്രാഫ്: മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത് തുടങ്ങിയ അരുതുകൾ മതപരമായ വിലക്കുകളാകുന്നു. അഥവാ ആരെങ്കിലും മദ്യപിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു മതപരമായ വിലക്കാണ്. മോഷ്ടിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അന്യന്റെ ധനമെടുക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു അരുതാണ് അല്ലെ? ആ അരുത് മതപരമായ വിലക്കാകുന്നു. വ്യഭിചരിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ അഥവാ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മതപരമായ വിലക്കാകുന്നു. അത് യുക്തിവാദിക്ക് ബാധകമല്ല. അടുത്ത വരി വായിക്കാം: മതപരമായ അത്തരം വിലക്കുകൾ മതാനുയായികളെ ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്. അരുതുകളുടെ അതിര് ലംഘിക്കുന്നവർക്ക് സ്വർഗരാജ്യം നഷ്ടപ്പെടുമെന്നു മാത്രമല്ല നല്ല ശിക്ഷയും ലഭിക്കും. മരണാനന്തര ജീവിതം സുഖകരമാക്കാൻ ഇത്തരം ചില വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നാണ് മതം പഠിപ്പിക്കുന്നത്. അഥവാ ഇങ്ങനെ മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്ന അരുതുകൾ പറയുന്നത് അത് മതത്തിൻ്റെ ഏർപ്പാടാണ്. മതമില്ലാത്ത ജീവിതം അല്ലെങ്കിൽ മതം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഈ അരുതുകൾ അതിനൊരു പ്രസക്തിയുമില്ല. അഥവാ മതം ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത് ചെയ്യരുത്, ഇന്ന കാര്യം തെറ്റാകുന്നു എന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ആഗോള തലത്തിലും ഇത്തരം ആശയങ്ങൾ വലിയ രൂപത്തിൽ വേരോട്ടം ഉണ്ടായിരുന്നു. ഹിഡോണിസം എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന അരിസ്റ്റിപ്പസ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഹിപ്പി കൾച്ചർ എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരത്തിലുള്ള കൾച്ചർ, അവരെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ്. ഇങ്ങനെ മതം പറയുന്ന അരുത്, ഇത് ചെയ്യരുത്, ഇത് ഹറാമാണ്, ഇത് പാടില്ല, ഇത് സദാചാര വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്ന ഈ പരിപാടികളൊക്കെ ഒഴിവാക്കുക. അതിന് നമുക്ക് നമ്മൾ തോന്നിയതുപോലെ എൻജോയ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതം പരമാവധി ആസ്വദിക്കുക. മദ്യപിക്കരുത്, മോഷ്ടിക്കരുത്, പിന്നെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അതിലൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ മതപരമായ വിലക്കുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ മതരാഹിത്യം നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇത് അങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. കാരണം എന്താ? ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല. കാരണം ഒരു സമൂഹത്തിൽ ഒരു അരുതുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ വായിച്ചതിൽ മോഷ്ടിക്കരുത് എന്ന് പോലും ഉണ്ട്. മോഷ്ടിക്കരുത് എന്ന് പോലും പറയാൻ പാടില്ലാത്തൊരു സൊസൈറ്റി എങ്ങനെയാ സർവൈവ് ചെയ്യുക? അത് മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം ആ സമൂഹം കുട്ടിച്ചോറായി പോകും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മതരഹിതരായ ആളുകൾ തന്നെ പല രൂപത്തിൽ ധാർമ്മികത നിർവചിക്കാൻ ശ്രമിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അഥവാ ധാർമ്മികതയുടെ ഉത്ഭവം അത് മതത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. എന്നാൽ മതമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായപ്പോൾ ഈ അരുതുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ലാത്ത എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ലോകക്രമം ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോൾ
അത് ഈ സൊസൈറ്റിയെ തകർക്കുമെന്ന് മനസ്സിലായപ്പോൾ മതരഹിതരായ ആളുകൾ തന്നെ പല ന്യായങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ചിലപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോഴും ചില ആളുകളൊക്കെ എന്നോട് എതിർക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സിലുണ്ടാവുക, ആയിക്കോട്ടെ മതമില്ലെങ്കിലും ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ദൈവം വേണ്ട, ദൈവമില്ലാതെ തന്നെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കാര്യം തെറ്റോ ശരിയെന്ന് പറഞ്ഞൂടെ? നമ്മുടെ സാമൂഹ്യ ധാർമ്മികത, നമ്മുടെ സൊസൈറ്റിയിലുള്ള പൊതുവായൊരു ധാർമ്മികത വെച്ച് നമുക്ക് പറഞ്ഞൂടെ? ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞൂടെ? ഓരോ കാര്യത്തിൻ്റെയും പ്രത്യാഘാതങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ശരിയോ തെറ്റോ എന്നൊക്കെ പറഞ്ഞൂടെ എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും. ശരി, നമുക്കത് പരിശോധിച്ച് നോക്കാം. ദൈവത്തെ മാറ്റി നിർത്തി, മതത്തെ മാറ്റി നിർത്തി, നമ്മുടെ കോമൺ സെൻസ് കൊണ്ട്, നമ്മുടെ ഒരു സാമാന്യ യുക്തി വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ശരിയോ തെറ്റോ എന്ന് നിർവചിച്ചാൽ എന്താണ് സംഭവിക്കുക? അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുക അടിസ്ഥാനങ്ങൾ തമ്മിലാണ് ഇവിടെ വ്യത്യാസമുള്ളത്. ശരിക്കും നമ്മൾ ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ ഇവിടെ മതത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ധാർമ്മികതയും മതാധിഷ്ഠിതമായൊരു ധാർമ്മികതയും, ഇതിൻ്റെയും രണ്ടിൻ്റെയും അടിസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, മതം പഠിപ്പിക്കുന്ന ധാർമ്മികത, അതിൻ്റെ അടിസ്ഥാനം പരിമിതികളില്ലാത്ത സ്രഷ്ടാവിൻ്റെ കൽപ്പനകളാണ്. അഥവാ ഒരു കാര്യത്തെപ്പറ്റി അറിയാനോ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അറിയാനോ ഒന്നും പരിമിതികളില്ലാത്ത അലീമായ എല്ലാം അറിയുന്ന ദൈവത്തിൽ നിന്നാണ് മതം പഠിപ്പിക്കുന്ന ധാർമ്മികത കടന്നു വരുന്നതെങ്കിൽ, മതവിരുദ്ധമായ അല്ലെങ്കിൽ മതേതരമായ ധാർമ്മികത കടന്നു വരുന്നത് പരിമിതമായ മനുഷ്യയുക്തിയിൽ നിന്നാണ്. മനുഷ്യന്റെ യുക്തിക്ക്, ചിന്തക്ക് പരിമിതികളുണ്ട്. ആ പരിമിതമായ ചിന്തയിൽ നിന്ന് അവൻ ഉരുത്തിഞ്ഞെടുക്കുന്ന ധാർമ്മികതയാണ് മതേതരമായ മതരഹിതമായ ധാർമ്മികതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാകാൻ, ഇതിൻ്റെ പരിമിതി നമുക്ക് മനസ്സിലാകാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ് ഞാൻ. നമ്മൾ ക്യാമ്പസിൽ പഠിക്കുന്നവരാണ്. ക്യാമ്പസിൻ്റെ പല രൂപത്തിലുള്ള അതിൻ്റെ പലതരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. നമ്മുടെ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കോമൺ ആയിട്ടുള്ള, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീ മെറൈറ്റൽ അല്ലെങ്കിൽ എക്സ്ട്രാ മെറൈറ്റൽ അഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പ്രണയബന്ധങ്ങളും അതുപോലെ തന്നെ ഈവൻ അത് ലൈംഗിക ബന്ധങ്ങളിലേക്കടക്കം കടക്കുന്ന ഒരു രൂപമൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ ചോദിക്കുന്നത്, മറ്റെല്ലാം മാറ്റിവെക്കുക, നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു നോക്കുക, ഈ പ്രീ മെറൈറ്റൽ അല്ലെങ്കിൽ എക്സ്ട്രാ മെറൈറ്റൽ അഫയേഴ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് തെറ്റാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ മനസ്സിനോട് ചോദിച്ചാൽ മതി. എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ? പല രൂപത്തിലുള്ള ഉത്തരങ്ങൾ കടന്നു വരുന്നുണ്ടാകും. എന്താണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഉത്തരം? അതിനിപ്പോൾ എന്താ? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ? അത് അവരവർ തീരുമാനിക്കുന്ന കാര്യമല്ല, ആരും ഫോഴ്സ് ചെയ്യുന്ന കാര്യമൊന്നല്ലോ. അതിനിപ്പോൾ എന്താ എന്നുള്ളതായിരിക്കും മിക്കവാറും ഇതിനെ അനുകൂലിക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ വിചാരിക്കേണ്ട, അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം, ഓരോരുത്തരുടെ ഇഷ്ടം. അതിനിപ്പോൾ എന്താ? ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഇത്തരം ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർക്ക് എന്തെങ്കിലും പിന്നീട് അനുഭവിക്കേണ്ടി വരുമോ? അപ്പോഴും നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ വിചാരിക്കുക, അതിനിപ്പോൾ എന്താ, അവരവരുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്, രണ്ടാളുകൾ അവരുടെ പരസ്പരമുള്ള കൺസെൻറ്റോട് കൂടിയല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്, എന്താണ് പ്രശ്നം എന്നൊരു പക്ഷേ നമ്മൾ ആലോചിച്ചേക്കാം. പക്ഷേ നമ്മുടെ പരിമിതമായ യുക്തി വെച്ച് തന്നെ, നമ്മുടെ പരിമിതമായ അറിവുകൾ വെച്ച് തന്നെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ സാധ്യമാണ്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം സ്ക്രീനിൽ കാണിക്കാം. റീ എക്സാമിനിങ് ദ ലിങ്ക് ബിറ്റ്വീൻ പ്രീ മെറൈറ്റൽ സെക്സ് ആൻഡ് ഡിവോഴ്സ്. അതായത് പ്രീ മെറൈറ്റൽ ആയിക്കൊണ്ട് സെക്സ് ഉണ്ടെങ്കിൽ, സെക്സ് ഇല്ലെങ്കിൽ തന്നെ അഫയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നീടുള്ള കുടുംബജീവിതം തകരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് പറയുന്ന ഒട്ടേറെ പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പരിമിതമായ യുക്തി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പക്ഷെ ആലോചിച്ചിട്ടുണ്ടാവോ, എൻ്റെ ജീവിതം ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ആസ്വാദനത്തിന് പിന്നാലെ പോയാൽ, എൻ്റെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ന പേരിൽ ആസ്വദിക്കണം എന്ന പേരിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളുമായി പോയാൽ, ഒരു 10-25 വയസ്സ് കഴിഞ്ഞുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസിലേക്ക് കടക്കുമ്പോൾ ആ എൻ്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന, എൻ്റെ ഹാപ്പിനെസ്സിനെ നിർണ്ണയിക്കുന്ന, എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിശ്ചയിക്കുന്ന എൻ്റെ കുടുംബ ബന്ധം അത് തകരാനുള്ള വിത്താണ് ഞാനിപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇത്തരം ബന്ധങ്ങളുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നുണ്ടോ? സാധ്യത വളരെ കുറവായിരിക്കാം, അല്ലേ? അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വിചാരിക്കുകയാണ് നമ്മളുടെ കോമൺ സെൻസ് കൊണ്ട്, നമ്മളുടെ യുക്തി കൊണ്ട് ഇതൊക്കെ നിർണ്ണയിക്കാൻ പറ്റും, ഇതൊക്കെ തീരുമാനാക്കാൻ പറ്റും എന്ന് നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്.
നമ്മുടെ യുക്തിക്ക് പരിമിതിയുണ്ട്. ആ പരിമിതമായ യുക്തി വെച്ചിട്ട് ചിന്തിച്ചിട്ട് പോലും പലതിൻ്റെയും പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു ഗൗരവം കിടക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, ആയിക്കോട്ടെ, ഈ പ്രീ മറൈറ്റൽ അല്ലെങ്കിൽ എക്സ്ട്രാ മറൈറ്റൽ അഫയേഴ്സ് കൊണ്ട് കുടുംബം തകരുന്നുണ്ടെങ്കിൽ, അങ്ങനെ തകർന്നു പോകുന്നുണ്ട്, പോയിക്കോട്ടെ. ഈ കുടുംബത്തിനോണ്ട് ഇപ്പം എന്താ വലിയ കാര്യം? ഈ കുടുംബമൊക്കെ ഉണ്ടാവണം, വിവാഹം വേണം, ആ വിവാഹം നല്ല രൂപത്തിൽ പോകണം എന്നുള്ളതിന് എന്താ അടിസ്ഥാനമുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലിവിങ് ടുഗദർ പോരെ, അല്ലേ? കോഹാബിറ്റേഷൻ പോലെ, രണ്ട് ആണും പെണ്ണും അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കട്ടെ. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എന്താ അതിനുകൊണ്ട് പ്രശ്നം, അല്ലേ? വീണ്ടും നമ്മൾ കോമൺ സെൻസ് വെച്ച്, നമ്മുടെ ധാരണകൾ വെച്ച് നമ്മൾ ഈ പറഞ്ഞ ധാർമ്മികത നിർണ്ണയിക്കാൻ ശ്രമിക്കുകയാണ്. എന്താ സംഭവിക്കുക? ഇത് ഞാൻ പറയുന്നത്, ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഈ ഒരു ഏർപ്പാട്, കോഹാബിറ്റേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം, അത് ഇന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ പതിയെ പതിയെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ വ്യാപകമായ സൊസൈറ്റി കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കറിയാം, 1960-നും 70-നും ഇടയിലുള്ള യൂറോപ്പ് സെക്ഷൽ റവല്യൂഷൻ എന്നാണ് ആ കാലഘട്ടത്തിന് തന്നെ അറിയപ്പെടുന്നത്. സെക്ഷൽ റവല്യൂഷൻ, ലൈംഗിക വിപ്ലവം സംഭവിച്ചൊരു സ്ഥലമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അവിടെ ആ 70-ന് ശേഷം വളരെ വ്യാപകമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. രണ്ടുപേർ അവർ വിവാഹമില്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന അവസ്ഥ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ലിവിങ് ടുഗദറിനെ കുറിച്ചുള്ള ചിത്രം എന്താ? രണ്ടാളുകൾ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചാൽ അത് നല്ലതല്ലേ? ഈ വിവാഹം, കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇടങ്ങേറാണ്, അല്ലേ? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഇല്ലാതാകുന്നു. കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ അമ്മായിയമ്മ ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, ഗാർഹിക പീഡനം ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം. നേരത്തെ പറഞ്ഞതുപോലെ സിനിമയും റീലുകളും അതുപോലെ തന്നെ ഷോർട്സും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചില ചിത്രങ്ങളുണ്ട്. അതിങ്ങനെയായിരിക്കാം. പക്ഷേ നമ്മൾ പലപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് വിവാഹം വേണ്ട എന്ന്, അല്ലെങ്കിൽ വിവാഹത്തിനോട് ഒരു വ്യക്തിയുണ്ടാവാൻ കാരണം ഗാർഹിക പീഡനങ്ങളാണ്, അല്ലേ? പക്ഷേ പഠനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഈ ലിവിങ് ടുഗദർ ബന്ധങ്ങളിലാണ് ഫിസിക്കൽ അബ്യൂസ് ഏറ്റവും കൂടുതൽ. ഫിസിക്കൽ അബ്യൂസ് ഏറ്റവും കൂടുതൽ, എത്രയോ ഇരട്ടി, 6ഉം 7ഉം 8ഉം ഒക്കെ ഇരട്ടി ഫിസിക്കൽ അബ്യൂസ്, അഥവാ നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്ന ഗാർഹിക പീഡനം എന്ന് പറയുന്ന സംഭവം, അത് ലിവിങ് ടുഗദറിലാണ് കൂടുതൽ. എന്തേ കാരണം? അതിനെക്കുറിച്ച് പഠിച്ച ഒരുപാട് റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് റെഫറൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, വീണ്ടും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്താ പറയുന്നത്? വിവാഹമാകുമ്പോൾ അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ്. ആണിൻ്റെയും പെണ്ണിൻ്റെയും കുടുംബങ്ങൾ തമ്മിലാണ് അവിടെ യോജിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സൊസൈറ്റിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പുരുഷൻ അബ്യൂസീവ് ആണെങ്കിൽ തന്നെ സ്ത്രീയെ അബ്യൂസ് ചെയ്യാനുള്ള ഒരുപാട് ബാരിയേഴ്സ് അവിടെയുണ്ട്. ആ ബാരിയേഴ്സ് ഒക്കെ കടന്നു കഴിഞ്ഞിട്ട് പുരുഷന് സ്ത്രീയെ ഉപദ്രവിക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ടും വിവാഹത്തിലൂടെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, വളരെ കുറവാണെങ്കിലും. എനിവേ, ഈ ബാരിയേഴ്സ് ഒന്നുമില്ലാതാവുകയാണ് ലിവിങ് ടുഗദറിലൂടെ സംഭവിക്കുന്നത്. കാരണം അവിടെ രണ്ട് ഇൻഡിവിജ്വൽസ് മാത്രമേ ഉള്ളൂ. പുരുഷനാകട്ടെ ബയോളജിക്കലി ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, ബയോളജി പറയുന്നതാണ്, നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടിയ പുരുഷൻ സ്ത്രീയെ ഉപദ്രവിക്കുന്നതിൻ്റെ റേറ്റ് വളരെ കൂടുകയാണ്. അങ്ങനെയാണ് വിവാഹത്തിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ലിവിങ് ടുഗദറിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, ഫിസിക്കലി പീഡിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മൾ ആലോചിക്കുമോ? നമ്മുടെ നേരത്തെ പറഞ്ഞ സാമാന്യ യുക്തിയിൽ ഇങ്ങനെ ഒരു സാധനം വരുമോ? അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? അത് രണ്ട് വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലേ, അവരുടെ ഇഷ്ടമല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരം ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആലോചനയിലേക്ക്, ചിന്തയിലേക്ക് കടന്നു വരുമോ? ഇത് മാത്രമൊന്നല്ല, ഒരുപാട് തരത്തിൽ നമുക്ക് പഠനങ്ങൾ കാണാൻ സാധിക്കും. ഹു ആർ മോർ ഹാപ്പി, ആരാണ് കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത്? ഒരു വ്യവസ്ഥാപിതമായ ഒരു കുടുംബത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണോ, ലിവിങ് ടുഗദറിലുള്ളവരാണോ? പഠനങ്ങൾ കാണാൻ സാധിക്കും കൂടുതലായും ഹാപ്പി ആയിട്ടുള്ളത്, ആണും പെണ്ണും ഹാപ്പി ആയിട്ടുള്ളത് കുടുംബങ്ങളിലാണ് ലിവിങ് ടുഗദറിലുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ. ഡിപ്രഷൻ, ഈ പറഞ്ഞ ലിവിങ് ടുഗദറിലുള്ള പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വലിയ രൂപത്തിലുള്ള വിഷാദ രോഗങ്ങൾ അത് വളരെയധികം കൂടുതലാണ്, പഠനങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അതിനേക്കാളൊക്കെ വലിയൊരു വിഷയമായിക്കൊണ്ട് എഫക്റ്റ് ഓൺ ചിൽഡ്രൻ, ഈ പറഞ്ഞ ലിവിങ് ടുഗദർ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ, അവർക്ക് കൃത്യമായ ഒരു പാരന്റിങ്ങിൻ്റെ അഭാവമുള്ളത് കൊണ്ട് തന്നെ, ഒരു ഫാമിലി സിസ്റ്റത്തിലൂടെ അവർ മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെ അവർ വലിയ രൂപത്തിലുള്ള ബിഹേവിയറൽ പ്രോബ്ലംസും ഈവൻ ലോവർ അക്കാദമിക് പെർഫോമൻസ് പോലും അവരിൽ ഉണ്ടാകുന്നു. അതായത് അടുത്ത തലമുറയും നശിച്ചു പോവാണ്. ഞാൻ ആലോചിച്ച് നോക്കുക, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പെട്ടെന്ന് ലിസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. സ്ത്രീകൾ കൂടുതലായി ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്നു, മാനസികമായി അവർ വിഷാദ രോഗങ്ങൾക്ക് അടിമയാകുന്നു,
അതിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ അവർ ആൻറ്റി സോഷ്യലും അതുപോലെ തന്നെ ബിഹേവിയറൽ പ്രോബ്ലംസും ആങ്സൈറ്റി ഡിസോർഡേഴ്സും എല്ലാം ഉള്ളവരാകുന്നു. ഇങ്ങനെയുള്ള എത്ര പ്രശ്നങ്ങൾ ഏതാനും പതിറ്റാണ്ടുകളായിട്ടേ ഉള്ളൂ ഈ ലിവിങ് ടുഗദർ വ്യാപകമായിട്ട്. ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് തന്നെ ഇത്രയും അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇത് നമ്മുടെ സാമാന്യ യുക്തിയിൽ വന്നിട്ടുണ്ടോ? ലിവിങ് ടുഗദറിനെ പറയുമ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നമാണ് ഈ ലിവിങ് ടുഗദർ കൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ യുക്തിക്കും നമ്മുടെ ചിന്തക്കും അത് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ധാർമ്മികമായ വിധി നിർണയങ്ങൾക്കും ഒരുപാട് പരിമിതികളുണ്ട്. ഇനി അപ്പോഴും ചിന്തിക്കും, എന്നാലും ഇപ്പം എന്താ കുടുംബം തകരുന്നു എന്നുള്ളത് ഇപ്പം അത്ര വലിയൊരു വിഷയമാക്കി പറയേണ്ടതുണ്ടോ എന്നൊക്കെ ഇനിയും ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാമിലി ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്, കുടുംബം തകരുക എന്ന് പറയുന്നത്, അതിനെ സംബന്ധിച്ചിടത്തോളം അതും ഡിപ്രഷനുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആ പഠനത്തിൻ്റെ കൺക്ലൂഷൻ മാത്രം സൂചിപ്പിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകാൻ. ഫാമിലി ഡിസ്ഫങ്ഷൻ ആൻഡ് ഡിപ്രഷൻ ആർ സ്ട്രോങ്ലി അസോസിയേറ്റഡ് എന്നാണ്. ഫാമിലി തകർന്നിട്ടുണ്ടെങ്കിൽ, കുടുംബ സംവിധാനം ഭദ്രമല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിഷാദത്തിലേക്കും ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷ തകരുന്നതിലേക്കും എത്താനുള്ള സാധ്യത അത്രമേൽ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയെന്താ, ഹാപ്പി ആവുക, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്നത് ഹാപ്പി ആവുമല്ല. ഏതാനും നൈമിഷികമായ ചെറിയ ഹാപ്പിനെസ് ഉണ്ടായേക്കാം. കോളേജ് കാലത്ത് അടിച്ചു പൊളിക്കുക, അല്ലേ, ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, പിന്നെ എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. അത് ഏതാനും 1 or 2 അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 5 വർഷത്തെ ആസ്വാദനം നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ജീവിതാവസാനം വരേക്കുമുള്ള വിഷാദത്തിലും അതുപോലെ തന്നെ കണ്ണുനീരിലും ഡിപ്രഷനിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ചിന്തക്കും നമ്മുടെ ആലോചനകൾക്കും പരിമിതികളുണ്ട് എന്നും ആ പരിമിതികൾ ഇല്ലാത്ത സ്രഷ്ടാവിൻ്റെ വചനങ്ങളാണ് യഥാർത്ഥത്തിൽ നാം അടിസ്ഥാനമാക്കേണ്ടത്. ഇനി പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കിടക്കാം. ഹോമോസെക്ഷുവാലിറ്റി, അല്ലേ? ഇത് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പോലെ നമ്മൾ ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി ആലോചിക്കുക. എന്താ നമ്മളെ മനസ്സിലേക്ക് ഒന്നാമതായി കടന്നു വരുന്നത്? ഹോമോസെക്ഷുവാലിറ്റി. അതിപ്പം എന്താ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് അല്ലേ, അത് അവരുടെ സ്വകാര്യതയിൽ അവർ ചെയ്യുന്നതല്ലേ. അതിനെന്തിനാണ് നമ്മൾ എതിർക്കുന്നത്? അതിലെന്തിനാണ് നമ്മൾ ഇടപെടുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചോദ്യങ്ങൾ. എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ യുക്തിയുടെ പരിമിതി. നാം ഇവിടെ ഇത്രയും വിഷയങ്ങളിൽ ബോധ്യപ്പെട്ടതുപോലെ ഈ വിഷയത്തിലും വളരെ വലിയ പരിമിതി അവിടെയുണ്ട്, അല്ലേ? ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ ഗേ റൈറ്റ് മൂവ്മെന്റുകൾ കാണാൻ സാധിക്കും. ഈവൻ DSM-ൽ നിന്നും, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് പോലും ഈ ഹോമോസെക്ഷുവാലിറ്റിയെ മാറ്റുന്നതിന് വേണ്ടി വലിയ കലാപങ്ങൾ വരെ ഇവിടെ നടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ആളുകളുടെ ചിന്ത എന്താ? ഇത് അവരുടെ റൈറ്റ് അല്ലേ, അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം, ആൾക്കാർ ഇപ്പം എന്താ പ്രശ്നം, അതുകൊണ്ട് സൊസൈറ്റിക്ക് എന്താ കുഴപ്പം, ഇതായിരുന്നു ചിന്ത. നേരത്തെ പറഞ്ഞ ഫാമിലിയുടെ വിഷയത്തിലും ലിവിങ് ടുഗദറിന്റെ വിഷയത്തിലും എക്സ്ട്രാമറൈറ്റൽ പ്രീമറൈറ്റൽ അഫയേഴ്സിന്റെ വിഷയത്തിലൊക്കെ ഉള്ളതുപോലെ ഇതായിരുന്നു ചിന്ത. പക്ഷേ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ഞാൻ കാണിക്കുന്നത് WHO-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. മെൻ ഹു ഹാവ് സെക്സ് വിത്ത് മെൻ, പുരുഷ സ്വവർഗാനുരാഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രൂപത്തിലുള്ള HIV-യും അതുപോലെ തന്നെ സിഫിലിസും പോലെയുള്ള ലൈംഗിക രോഗങ്ങൾ അത് വളരെ വ്യാപകമാണ് ഇത്തരം ആളുകളിൽ എന്നുള്ളതാണ്. അഥവാ അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പമാണിത് നമുക്ക് കാണാൻ സാധിക്കും. CDC-യുടെ കണക്കുകൾ ഒക്കെ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ ഈ വ്യക്തികൾക്ക് തന്നെ വലിയ രൂപത്തിൽ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് വരുമോ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, സ്വകാര്യതയല്ലേ എന്നാണ്. അതേപോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡറിസം അഥവാ ഒരാണ് പൂർണ്ണമായ ആണ്, അവൻ സ്വയം പറയാണ് പെണ്ണാണ്, അതിനാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയാം, അല്ലേ? ചില ആളുകളെങ്കിലും ഇവിടെ ഇത്തരം ഒരു ക്യാമ്പസിൽ അത്തരം ധാരണക്കുറവുള്ള ആളുകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ഈ ഒരു സബ്ജക്റ്റിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ പറയാം, ചില ആളുകളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ലൈംഗികാവയവങ്ങൾ ഒരുപോലെ ഒരാളുടെ ശരീരത്തിൽ ഉള്ളതാണ് ട്രാൻസ്ജെൻഡർ എന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം 2 ലിംഗങ്ങളുമുള്ള 2 ലൈംഗികാവയവങ്ങളുള്ള ആളുകളെ നമ്മൾ ഇന്റർസെക്സ് എന്നാണ് വിളിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശാരീരികമായി തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ തേടണം, യാതൊരു സംശയമില്ല. പക്ഷേ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ബയോളജിക്കൽ മെയിൽ, പക്ഷേ സ്വയം പറയാണ് പെണ്ണാണ് എന്ന്. പൂർണ്ണമായും ബയോളജിക്കൽ ഫീമെയിൽ, സ്വയം അവകാശപ്പെടുകയാണ് ആണാണ് എന്ന്. ഇതിനെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയാ.
നാം ഒരിക്കലും അങ്ങനെ വളരെ ജെന്യുവിനായി തോന്നുന്ന ആരുടെയെങ്കിലും അത്തരത്തിലുള്ള പെർസെപ്ഷനുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളെ അവരുടെ ആ ചിന്തയെ നമ്മൾ നിരാകരിക്കുകയല്ല, ഒറ്റയടിക്ക് റദ്ദ് ചെയ്യല്ല. പക്ഷേ ഇത് സമൂഹത്തിൽ അതേപടി അപ്ലൈ ചെയ്താൽ, അത് സമൂഹത്തിൻ്റെ ഒരു നോമായി നമ്മൾ തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ കഥ പറയേണ്ട കാര്യമില്ല, നമ്മൾ ഊഹങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇത് നോർമലൈസ് ചെയ്യപ്പെട്ട, ഇത് നിയമപരമാക്കിയ വെസ്റ്റേൺ ലോകത്ത്, പാശ്ചാത്യ നാടുകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ സ്ഥിരമായി കണ്ടതായിരിക്കും അല്ലേ? ടൊറന്റോ പോലീസ്, കാനഡയിലെ ടൊറന്റോ പോലീസ് ഔദ്യോഗികമായി അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്യാൻ, എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റും, മിസ്സിംഗ് വുമൺ, സ്ത്രീയെ കാണാനില്ല എന്നിട്ട് താഴെ കൊടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടു അല്ലേ? ഇത് ഫോട്ടോ മാറിപ്പോയതല്ല, അപ്ലോഡ് ചെയ്തപ്പം മാറിപ്പോയൊരു കാര്യമല്ല. ഇതാണ് ട്രാൻസ്ജെൻഡറിസം. ഇങ്ങനെ താടിയും മീശയുമുള്ള പൂർണ്ണമായും ബയോളജിക്കൽ മെയിൽ സ്വയം പറയാണ് ഞാൻ പെണ്ണാകുന്നു എന്ന് പറഞ്ഞാൽ പെണ്ണായി അംഗീകരിക്കണം. സൊസൈറ്റിയിൽ അവരുടെ ജെൻഡർ അത് പെണ്ണാണെന്ന് നമ്മൾ നിശ്ചയിച്ചു കൊടുക്കണം, അവരെ പെണ്ണായി ട്രീറ്റ് ചെയ്യണം. ഇതാണ് ട്രാൻസ്ജെൻഡറിസം അല്ലേ? അത് ന്യൂസ് ആവുകയാണ്. എന്നിട്ടോ ആ മിസ്സിംഗ് കനേഡിയൻ വുമണിനെ ലൊക്കേറ്റ് ചെയ്തു എന്നാണ്, ഈ പെണ്ണിനെ തിരിച്ചു കിട്ടിയെന്ന് വാർത്ത വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേവലമായ ഏതെങ്കിലും വ്യക്തികൾ അവരുടെ സ്വകാര്യതയിൽ അവസാനിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയമാണോ? ഇത് അല്ല. ഇത് സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, അത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണിത് അല്ലേ? നമ്മൾ സ്ഥിരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ടോയ്ലറ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ലോകത്ത് വലിയൊരു വിഷയമായിക്കൊണ്ട് PTA മീറ്റിങ്ങുകളിലൊക്കെ ഇപ്പം നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്താ? ഒരു ആണിന് ഞാൻ പെണ്ണാകുന്നു എന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്താൽ മാത്രം പെണ്ണിൻ്റെ ടോയ്ലറ്റിലേക്ക് പോകാം, പെണ്ണിൻ്റെ റെസ്റ്റ് റൂമിലേക്ക് പോകാം, പെണ്ണിൻ്റെ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കാം, സ്ത്രീകളുടെ റിസർവേഷൻ തട്ടിയെടുക്കാം. ഇങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനുകളുണ്ട്. പോസിറ്റീവായ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ്റെ എല്ലാം അടിസ്ഥാനമായ വേര് തകർത്ത് കളയുന്നതാണ് ട്രാൻസ്ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും വ്യക്തികളെ ബാധിക്കുന്ന സ്വകാര്യതയിൽ ഉള്ള ഒരു വിഷയമല്ല, ഇത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അല്ലേ? ഏതുവരെ ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടാളുകളുടെ ഫോട്ടോ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ആള് വില്യം തോമസ്, അദ്ദേഹം അമേരിക്കയിലുള്ള ഒരു നീന്തൽ കളിക്കാരനാണ്. പുരുഷന്മാരുടെ ഇനത്തിൽ മത്സരിച്ചു, 462ാമത്തെ റാങ്ക് കിട്ടി. കുഴപ്പമില്ല, എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ പിന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ലിയാ തോമസ് ആയിട്ടാണ്. അദ്ദേഹം തന്നെയാണ് ഇത് രണ്ടാമത്തെ ആളും. ലിയാ തോമസ് ആകുന്നു ഞാൻ പെണ്ണായിരിക്കുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. പെണ്ണായി ഐഡന്റിഫൈ ചെയ്താൽ അമേരിക്കയിലുള്ള നിയമങ്ങളനുസരിച്ച് അവരെ പെണ്ണായി കണക്കാക്കണം. എല്ലാ നിലക്കും അവർക്ക് പെണ്ണിന്റെ റൈറ്റ്സ് കൊടുക്കണം. പെണ്ണിന്റെ റൈറ്റ്സ് കൊടുത്താൽ എന്ത് ചെയ്യണം? പെണ്ണുങ്ങളുടെ കൂടെ മത്സരിക്കാൻ അനുവദിക്കണം. സ്ത്രീകളുടെ ഇനത്തിൽ മത്സരിക്കണം. അവർ മത്സരിച്ചു, 1ാം റാങ്ക് കിട്ടി. 1ാം റാങ്ക് കിട്ടിയെന്ന് മാത്രമല്ല, തുടർച്ചയായി 1ാം റാങ്ക്, വർഷങ്ങളോളം 1ാം റാങ്കാണ്. എന്നാലോചിച്ച് നോക്കുക. ഈ നമ്മൾ സാധാരണ ഈ ഫെമിനിസ്റ്റുകളൊക്കെ പുരുഷാധിപത്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. ശരിക്കും പറഞ്ഞാൽ പുരുഷാധിപത്യം ഇതാണ്. സ്ത്രീകളുടെ ഇനത്തിലടക്കം പുരുഷാധിപത്യമാണ്. ഇപ്പോൾ സ്ത്രീകളുടെ ഇനത്തിലടക്കം പുരുഷന്മാർ കയറി മത്സരിച്ച് അവിടെ 1ാം റാങ്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതുവരെ ചോദിച്ചാൽ അവിടെ കളിയിൽ അവസാനിക്കുന്നില്ല. ആ പുരുഷാധിപത്യം ഏറ്റവും നല്ല സ്ത്രീക്കുള്ള അവാർഡ് പോലും പുരുഷന് കൊടുക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ട്രാൻസ്ജെൻഡർ സ്വിമ്മർ ലിയാ തോമസ് നോമിനേറ്റഡ് ഫോർ ദ വുമൺ ഓഫ് ദ ഇയർ അവാർഡ്. അവിടെയുള്ള അമേരിക്കയിലുള്ള വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ആർക്ക് കൊടുക്കണം? ബയോളജിക്കൽ മെയിലിന് കൊടുക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് കാണിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഏതെങ്കിലും വ്യക്തികളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ല, ഏതെങ്കിലും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ല. മറിച്ച് ഇത് സൊസൈറ്റിയെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഏതുവരെ ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല. നമ്മൾ വായിച്ചൊരു വാർത്തയാണ്, ട്രാൻസ് ഇൻമേറ്റ് ഇംപ്രഗ്നേറ്റ്സ് 2 other prisoners. അതായത് ഒരു പുരുഷൻ, ഈ പറയുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന പുരുഷൻ, അദ്ദേഹം എന്തോ ഒരു ചില ക്രൈം ചെയ്തുകൊണ്ട് അയാൾ ജയിലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? പെണ്ണുങ്ങളുടെ ജയിലിലേക്ക് അയക്കണം. പെണ്ണുങ്ങളുടെ ജയിലിലേക്ക് അയച്ചു. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വാർത്ത വരുന്നത് 2 തടവുകാരികളെ ഗർഭിണിയാക്കി മാറ്റിയ ട്രാൻസ് വുമണിനെ ആൺതടവറയിലേക്ക് മാറ്റി. അപ്പം ഞാൻ പറയുന്നത്, ഇത് സമൂഹത്തിലുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന വലിയ ഒരു വിഷയമാണ്. ഇതുകൊണ്ടൊന്നും അവസാനിക്കൂല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത് ഇവിടെ ഒന്നും അവസാനിക്കൂല. അതായത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരെ അതായി കണ്ടുകൂടെ എന്നുള്ള ഈ ചോദ്യം എവിടെയെങ്കിലും അവസാനിക്കോ? ഇത് തുടങ്ങുന്നത് ജെൻഡറിലാണ്.
ആണ് പെണ്ണാണെന്ന് പറഞ്ഞാൽ, പെണ്ണാണാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചുകൂടെ എന്ന ചോദ്യത്തിൽ അവിടെ അവസാനിക്കില്ല. പിന്നെ അത് ഈ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നത് എവിടേക്കും പോകും. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വെസ്റ്റേൺ ലോകത്ത് കാണുകയാണ് അല്ലേ, പട്ടികളായി ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ, കുറുക്കന്മാരായി ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ, വോൾഫുകളായി ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ. അവരോട് ചോദിക്കുകയാണ്, എന്താ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ അംഗീകരിച്ച് തരാൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ, ഞാൻ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്നതല്ലേ, നിങ്ങൾക്ക് എന്താ ഇതിൽ വിഷയം? അപ്പോൾ നമ്മൾ പറയാൻ, നിങ്ങളുടെ ശരീരം ഒരു മനുഷ്യൻ്റേതാണല്ലോ, മനുഷ്യൻ്റെ ശരീരം വെച്ചിട്ട് നിങ്ങൾ പട്ടിയായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ അത് റിയാലിറ്റിക്ക് വിരുദ്ധമല്ലെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ആണിൻ്റെ ശരീരം വെച്ചിട്ട് പെണ്ണായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റിയാലിറ്റിക്ക് വിരുദ്ധമല്ലെങ്കിൽ പിന്നെ ഇതെങ്ങനെ റിയാലിറ്റിക്ക് വിരുദ്ധാവുക? അഥവാ റിയാലിറ്റിക്ക് കൃത്യമായ സയന്റിഫിക്കായ ബേസിന് ഒരു അടിസ്ഥാനമില്ലാതെ സ്വയം തോന്നുക എന്ന് പറയുന്നത് മാത്രം ആശയമാക്കിയാൽ അത് സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള അലകും പിടിയെയും തച്ച് തകർക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുക. അതുകൊണ്ടാണ് നമ്മൾ LGBT വിഷയം പറയുന്നത്. അതുകൊണ്ടാണ് LGBT ആശയത്തെ നമ്മൾ എതിർക്കുന്നത്. ഇത് കേവലം ഏതെങ്കിലും വ്യക്തികൾ അവർ സ്വകാര്യതയിൽ എന്തെങ്കിലും ആണായോ പെണ്ണായോ പട്ടിയായോ പൂച്ചയായോ ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ട് അവസാനിക്കുന്ന ഒരു വിഷയമല്ല. ഇത് സൊസൈറ്റിയിലേക്ക് വരും. ഇവിടെ സമൂഹത്തിലുള്ള നിയമങ്ങളെ ഇത് ബാധിക്കും, ജുഡീഷ്യറിയെ ബാധിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ശാസ്ത്ര ഗവേഷണങ്ങളെ അടക്കം ബാധിക്കുന്ന ഒരു വലിയൊരു സാമൂഹ്യ വിപത്തായി ഇത് കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കൽ നിർബന്ധമായതുകൊണ്ടാണ് ഇതിങ്ങനെ സംസാരിക്കുന്നത്. ഇത് കേവലം ഈ ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് കൂടുതൽ കുട്ടികളിലേക്ക് ഇത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് വ്യാപകമായ വെസ്റ്റേൺ ലോകത്തുള്ള കണക്കുകൾ പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മോർ US teens are rejecting boy or girl gender identities. ഈ വെസ്റ്റേൺ ലോകത്ത് ആണ് പെണ്ണ് എന്ന് പറയുന്ന ജെൻഡർ ഐഡന്റിറ്റികൾ അത് റിജക്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, എന്തുമാത്രം വലിയ അപകടമാണ്. ആണാണെന്നോ പെണ്ണാണെന്നോ സ്വയം തിരിച്ചറിയാത്ത, സ്വയം ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു സമൂഹം ഇവിടെ വരിക. അത് ഒന്നും രണ്ടുമല്ല, ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. 27% ഓഫ് കാലിഫോർണിയ അഡോളസൻസ് ദേ ആർ വ്യൂഡ് ആസ് ജെൻഡർ നോൺ കൺഫോമിംഗ് എന്നാണ്. അതായത് കാലിഫോർണിയയിലുള്ള അഡോളസൻസ് അവരിൽ 27% എന്ന് വെച്ചാൽ 10ൽ 3 ആളുകൾ. നമ്മുടെ വീട്ടിൽ 10 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 3 കുട്ടികൾ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ്? അപ്പോൾ ഇത് ഈ ഐഡിയോളജി കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിലൂടെ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇത് കടന്നു വന്നാൽ നമുക്കത് തടയാൻ നമ്മുടെ ഫാമിലി സിസ്റ്റം ഉണ്ടല്ലോ. സിസ്റ്റം ഉണ്ടാവില്ല. നമുക്ക് കാനഡയിൽ നിന്നുള്ളൊരു വാർത്ത കാണാൻ സാധിക്കും. ഫാദർ അറസ്റ്റഡ് ഫോർ ഡിസ്കസിങ് ചൈൽഡ് ജെൻഡർ ട്രാൻസിഷൻ. അതായത് ഒരു ഫാദർ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. എന്താ കാരണം എന്നറിയോ? അയാളുടെ കുട്ടി വേറൊരു ജെൻഡറായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്തായാലും 18 വയസ്സൊക്കെ ആവട്ടെ, അതുവരെ ഒരു കൃത്യമായൊരു ധാരണ ഒന്നും ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സർജറിനെ കുറിച്ചൊക്കെ ആലോചിക്കാം, അതുകൊണ്ട് ഇപ്പം തൽക്കാലം നിർത്തുക എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ജെൻഡർ അഫേം ചെയ്യാൻ സമ്മതിച്ചില്ല എന്നതിൻ്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, യാതൊരു ശാസ്ത്രീയ പിൻബലവുമില്ലാത്ത ഈ ആശയങ്ങൾ ഇതൊക്കെ കടന്നു വരുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒറ്റ അടിസ്ഥാനമാണ്. അതിനിപ്പോൾ എന്താ, അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഉപദ്രവമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന നമ്മുടെ സാമാന്യ യുക്തിയിൽ നമ്മൾ ചോദിക്കുന്ന വിവരംകെട്ട ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. ഞാൻ ആദ്യം പറഞ്ഞത് മുതൽ ഓരോന്ന് ആലോചിച്ച് നോക്കുക. എക്സ്ട്രാ മറൈറ്റൽ അഫയേഴ്സ്, പ്രീമറൈറ്റൽ അഫയേഴ്സ്, ലിവിങ് ടുഗദർ, അതുപോലെ തന്നെ ഫാമിലി ഡിസ്ഫങ്ഷൻ, ഹോമോസെക്ച്വാലിറ്റി, ട്രാൻസ്ജെൻഡറിസം, ഇതൊക്കെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മളിങ്ങനെ ആലോചിക്കാൻ മതരഹിതമായ, അല്ലെങ്കിൽ ദൈവവും മതമൊക്കെ അടുക്കട്ടെ, നമ്മുടെ സൊസൈറ്റിയിലേക്ക് അതൊന്നും ആവശ്യമില്ല. ഇപ്പം നമ്മളായി ചിന്തിച്ച് നമ്മുടെ യുക്തിക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുത്താൽ മതി, അങ്ങനെ ധാർമ്മികത നിശ്ചയിച്ചാൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചു. ആ യുക്തി കൊണ്ട് നമ്മൾ ആലോചിച്ചുണ്ടാക്കിയ ഇസങ്ങൾ കൊണ്ട്, നമ്മുടെ ആലോചനകൾ കൊണ്ടുണ്ടായ സാമൂഹ്യ ദുരന്തങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ടാണ് നാം പറയുന്നത് വി ഓൺലി ഹാവ് എ പിക്സൽ, അല്ലാഹ് ഹാസ് ദ പിക്ചർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളുടെ വളരെ ചെറിയ ഒരു ധാരണ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളൂ. എല്ലാത്തിനെ പറ്റിയും പൂർണ്ണമായ അറിവ് നമുക്കില്ല. ആ അറിവില്ലാത്തത് കൊണ്ട് തന്നെ ആ അറിവില്ലായ്മയിൽ നിന്നും നമ്മളെത്തുന്ന കൺക്ലൂഷനുകളിൽ കാര്യമായ അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഒരൊറ്റ ആയത്ത് കൂടി ഓതിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊരു കാര്യം വെറുക്കുണ്ടാകും, ചില കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വെറുക്കുന്നുണ്ടാകും. അത് എന്തിനാ അപ്പം അങ്ങനെയൊക്കെ, അത് ഹറാം, ഇത് ഹറാം, ഇത് കറാഹത്ത്, ഭയങ്കര ഇടുങ്ങേറ് അല്ലേ, നമുക്കതിനോടൊരു തൃപ്തിക്കുറവുണ്ടാകും. പക്ഷേ
വഹുവ ഖൈറുൽ ലക്കും, അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കാം. വഅസ അൻ തുഹിബ്ബു ഷൈഅൻ, നിങ്ങൾ പല കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടാകും അല്ലേ? കോളേജല്ലേ, ലൈഫല്ലേ, കോളേജ് ലൈഫല്ലേ, എൻജോയ് ചെയ്യണ്ടേ, എക്സ്പ്ലോർ ചെയ്യണ്ടേ. ഈ കാലത്ത് ഇതൊന്നും ആഘോഷിച്ചിട്ടില്ലെങ്കിൽ, ഈ കാലത്ത് ഇതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെപ്പാ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചിലത് ഇഷ്ടപ്പെടും. വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഷർറായിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന, ജീവിതാവസാനം വരേക്കും കണ്ണീര് കുടിക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും നിങ്ങളത് തള്ളിവിടുക. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അവിടെയാണ് മതത്തിന്റെ പ്രസക്തി. ഇതെല്ലാം പൂർണ്ണമായി അറിയുന്ന, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച, ഈ ലോകത്തുള്ള എല്ലാറ്റിനെ പറ്റിയും പരിപൂർണമായി അറിയുന്ന അൽ അലീമായ റബ്ബ് അവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ചെയ്യാൻ പറ്റാത്തത്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് പൂർണ്ണമായി റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മതധാർമ്മികതയിലേക്ക്, ദൈവത്തിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിലുള്ള ധാർമ്മികതയിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമാണ് ഇതിനുള്ള പരിഹാരം എന്ന് നാം മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് നാം കണ്ടെത്താൻ ശ്രമിച്ച പരിഹാരങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച പരിഹാരങ്ങൾ അത് പരിഹാരമാവുകയല്ല ചെയ്തത്, അത് കൂടുതൽ അപകടങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത് എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത് തുറന്ന ചർച്ചകളിലേക്ക് വഴിവെക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.